ഹലോ ഗൈസ്, വെൽക്കം ടു സേറാസ് കിച്ചൺ. അപ്പോൾ ഒരു 4 മണി പലഹാരം ഉണ്ടാക്കിയാലോ? അതിന് ആദ്യം ഒരു പാൻ എടുത്ത് അടുപ്പിലേക്ക് വെച്ച് കൊടുക്കുക. പാൻ ചൂടായ ശേഷം അതിലേക്ക് 1 ടീസ്പൂൺ ഗീ ഇട്ട് കൊടുക്കുക. ഗീ നന്നായിട്ട് മെൽറ്റ് ചെയ്ത ശേഷം അതിലേക്ക് ഒരു പിടി ബദാം ഒന്ന് ക്രഷ് ചെയ്ത് ഇട്ട് കൊടുക്കുക. ഇതിൻ്റെ കളർ ജസ്റ്റ് ഒന്ന് ചേഞ്ച് ആയാൽ മതിയാവും. അതൊന്ന് ചേഞ്ചായ ശേഷം അതിനെ ഒരു സൈഡിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞ് നുറുക്കിയെടുത്ത ബനാന, അതായത് ഏത്തക്കായാണ്, അതൊന്നിട്ട് നല്ല രീതിക്കൊന്ന് വഴറ്റിയെടുക്കുക. അതിൻ്റെ ഒരു പച്ചമണം ഒന്ന് മാറുന്നത് വരെ ഒന്ന് വഴറ്റി നന്നായിട്ട് ഫൈനായിട്ടൊന്ന് ഉടഞ്ഞ് കിട്ടണം. ഇനി ഇതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ച് ഒഴിക്കുക. ഈ മുട്ട നന്നായിട്ടൊന്ന് ഇളക്കി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇനി മുട്ട വെന്ത ശേഷം അതിലേക്ക് ഒരു തേങ്ങ ചിരവിയത് ഇട്ട് കൊടുക്കുക. ഒരു തേങ്ങ മുഴുവനായിട്ട് ചിരവിയതാണ്. അത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക. വളരെ സിമ്പിളായൊരു 4 മണി പലഹാരമാണിത്. പിന്നെ ഇതിലേക്ക് ഇനി ആവശ്യമായിട്ടുള്ളത് ശർക്കരയാണ്. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ആണി ശർക്കരയാണ്. 2 എണ്ണം ആണി ശർക്കര എടുത്ത് ഒന്ന് ഗ്രേറ്റ് ചെയ്ത് എടുക്കുന്നുണ്ട്. അപ്പോൾ ഗ്രേറ്റ് ചെയ്ത ശർക്കര നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ മധുരം തന്നെ മതിയാവും. പിന്നെ ഷുഗർ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഈ മധുരം മതിയാണ്. ഇനി ഇതിലേക്ക് ഇത് കൂടുതലുമല്ല എന്നാലൊട്ടും കുറവുമല്ല. ഇതിനേക്കാളും മധുരം ഇഷ്ടമുള്ളവർക്ക് ഇതിനോടൊപ്പം തന്നെ ഒന്നിലേക്ക് ശർക്കര അല്ലെങ്കിൽ ഷുഗർ രണ്ടത്തിലൊന്നൊന്ന് ആഡ് ചെയ്ത് കൊടുത്താൽ മതിയാവും. ഇപ്പോൾ നമ്മുടെ ഫില്ലിങ്സ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ അകത്തേക്ക്, മാവിൻ്റെ അകത്തേക്ക് വെച്ച് കൊടുക്കാനുള്ള ഫില്ലിങ്സ് റെഡിയായി. ഇനി നമുക്കൊന്ന് മാവ് റെഡിയാക്കി വയ്ക്കാം. ഞാൻ മാവ് ഓൾറെഡി റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. വേറൊന്നുമല്ല, ഷുഗറും കുറച്ച് ഉപ്പും പിന്നെ ഫുഡ് കളറൊക്കെ ആഡ് ചെയ്ത് പിന്നെ ബ്ലാക്ക് എള്ള് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുഴച്ച് വെച്ച മാവ് നമ്മൾ ചെറിയ ചെറിയ ബൗളാക്കിയിട്ട് ഇതൊന്ന് പരത്തിയെടുക്കാം. അപ്പോൾ നമ്മൾ കൗണ്ടർ ടോപ്പിലേക്ക് കുറച്ച് മൈദമാവിട്ട് നന്നായിട്ട് പരത്തുക. വൈകുന്നേരങ്ങളിൽ വെറും ചായ കുടിക്കുമ്പോൾ ആർക്കായാലും താല്പര്യം ഉണ്ടാവില്ലല്ലോ. അതിനോടൊപ്പം സ്നാക്സ് ഉണ്ടെങ്കിലല്ലേ നമുക്ക് ഒരു ചായ കുടിക്കാനൊക്കെ ഒരു ഗുമ്മുണ്ടാവും. അപ്പോൾ വീട്ടിൽ വളരെ എളുപ്പത്തിൽ നമ്മൾക്ക് ആർക്കും മടി കൂടാതെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു സ്നാക്സാണിത്. അങ്ങനെ അപ്പോൾ നമ്മുടെ ഇത് നന്നായിട്ട് പരത്തി കിട്ടി. ഇനി ഇതിൻ്റെ മധ്യത്തിൽ കൂടി നടുവിൽ കൂടി ഒരു വശത്തേക്ക് കത്തി കൊണ്ട് വരഞ്ഞു കൊടുക്കുന്നു. മറ്റേ വശത്തേക്ക് നമ്മുടെ ഫില്ലിങ്സ് വെച്ച് കൊടുക്കുന്നു. ഇത് ഫില്ലിങ്സ് വെച്ച ശേഷം ഇതിൻ്റെ ഒരു വശം കട്ട് ചെയ്യാത്ത വശമുണ്ടല്ലോ, അതിൻ്റെ ഒരു വശം മറ്റേ വശം ഈ സൈഡിലേക്കും ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. ഇനി അടുത്തത് ഇതിൻ്റെ ഓരോ ലെയർ, ഇപ്പോൾ നമ്മൾ കത്തി കൊണ്ട് വരഞ്ഞ ഓരോ ലെയർ ഉണ്ടല്ലോ, അതിൻ്റെ ഓരോ ലെയറും തിരിച്ച് നമുക്ക് അതിൽ ഒട്ടിച്ചു കൊടുക്കാം. ഇതിപ്പോൾ എനിക്കിഷ്ടപ്പെട്ട ഒരു ഷേപ്പിൽ ഉണ്ടാക്കിയെന്നേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഷേപ്പിൽ നിങ്ങൾക്ക് മാറ്റി ചെയ്യാവുന്നതേ ഉള്ളൂ. വളരെ എളുപ്പമാണ് ഇങ്ങനെ ചെയ്യാൻ. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ബാക്കിയുള്ള മാവ് കൂടി ഒന്ന് തയ്യാറാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഫില്ലിങ്സ് വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാനൊരു കാര്യം ഓർമ്മപ്പെടുത്തട്ടെ, എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിലും പലരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. മാത്രമല്ല, ഞാനൊരു ലക്ഷദ്വീപുകാരിയായതുകൊണ്ട് എൻ്റെ ഭാഷ ജസീരിയാണ്. അപ്പോൾ ഞങ്ങളുടെ ജസീരി ഭാഷ കയറി വരാൻ ചാൻസ് ഉണ്ട്. എനിവേ, ആർക്കെങ്കിലും വല്ലതും മനസ്സിലാകാതെ പോകുന്നുണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ബോക്സിൽ വന്ന് കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഞാനത് മാറ്റി പറഞ്ഞോളാം. പിന്നെ എല്ലാവരുടെയും സപ്പോർട്ട് എനിക്കുണ്ടാവണം. സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കണ്ടേക്കണേ. കാണുമ്പോൾ അതുപോലെ തന്നെ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്കതൊന്ന് വറുത്ത് കോരാം. അപ്പോൾ ചൂടായി വന്ന എണ്ണയിലേക്ക് നമ്മൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കട്ടെ. അപ്പോൾ അത്യാവശ്യം ഇതിൻ്റെ അധികം ഡാർക്ക് കളറൊന്നും ആവേണ്ട ആവശ്യമില്ല. ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആയാൽ മതിയാകും. ഇപ്പോൾ ഏകദേശം എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു വശം വെന്ത ശേഷം അതിൻ്റെ മറ്റേ വശം ഒന്ന് മറിച്ചിട്ട് കൊടുക്കണം. ഇപ്പോൾ ഏകദേശം ആയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. അധികം ഡാർക്ക് കളർ ആവണ്ട കേട്ടോ. ഓക്കെ, ഏകദേശം ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ഇത് നന്നായിട്ട് കുക്ക് ചെയ്ത് വന്നിട്ടുണ്ട്. ഇതൊന്ന് നമുക്ക് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇതെല്ലാം റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നമ്മുടെ സ്നാക്സ്
എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.